ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇഷ്ട പരമ്പരയിൽ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ആര്യയ്ക്ക് വേണ്ടിയിട്ട് ആ പയ്യനെ വേണമെങ്കിൽ ആലോചിച്ചോ, നല്ലൊരു പയ്യനായിരിക്കണം. എൻ്റെ ആര്യ മോളെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല, അവളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞാൽ മാത്രം മതി, അങ്ങനത്തെ വല്ല ആലോചന ഉണ്ടെങ്കിൽ താൻ നോക്കടോ എന്ന് പറയാണ് നമ്മുടെ ബ്രോക്കറോട് ശിവരാമൻ. അത് കേൾക്കുന്ന ബ്രോക്കർ പറയുന്നുണ്ട്, ആര്യമോൾക്കല്ലേ പറ്റിയൊരു ആലോചന ഞാൻ കൊണ്ടുവരാം. ശിവരാമേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ആര്യമോളെ സ്നേഹം കൊണ്ട് മൂടുന്ന, ആര്യമോളെ പൊന്നുപോലെ നോക്കുന്ന ഒരു ആലോചന ഞാൻ കൊണ്ടുവരാന്നേ. ഓക്കെ എന്ന് ഞാൻ ഇറങ്ങിയിട്ട് നല്ലൊരു ആലോചന വരുമ്പോഴേക്കും വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ അവിടുന്ന് പോവാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഇന്ദിര പറയണ്ട്, അതേതായാലും നന്നായി ശിവരാമേട്ട, ആര്യമോൾക്ക് ഒരു ആലോചനയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ അവള് മാത്രമല്ലേ ഉള്ളൂ, അവളുടെ കയ്യെങ്കിലും നമുക്ക് മാന്യമായിട്ട് പിടിച്ചു കൊടുക്കണം. നമ്മുടെ രണ്ട് മക്കളും കല്യാണം കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല. ആര്യമോളുടെ കല്യാണമെങ്കിൽ നമുക്ക് കൺകുളിർക്കെ കാണണം. അവളെ പയ്യൻ്റെ കയ്യിൽ ശിവരാമേട്ടൻ തന്നെ കൈ കോർത്ത് പിടിച്ചു കൊടുക്കണം. അതെ, അതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരാളുടെ കൈയെങ്കിലും കൈ പിടിച്ചു കൊടുക്കണ്ടേ ശ്യാമളെ, എനിക്കും വലിയ ആഗ്രഹങ്ങൾ എന്ന് ശിവരാമൻ പറയുമ്പോൾ ശ്യാമള പറയണ്ടേ, എല്ലാം നടക്കും ശിവരാമേട്ട, എനിക്ക് തോന്നുന്നത് നമ്മുടെ ആര്യമോൾക്ക് നല്ലൊരു ആലോചന വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ ആര്യക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ശ്യാമള ഒരു ദുസ്വപ്നം കാണാണ്. അഞ്ജലിക്ക് ഒരു ആപത്ത് വരുന്ന പോലെ, അഞ്ജലിയുടെ ജീവന് തന്നെ ആപത്തായിട്ടുള്ള എന്തോ ഒരു ദുസ്വപ്നം ശ്യാമള കാണുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ശ്യാമള ചാടി എഴുന്നേക്കാണ്. ഈശ്വര, എന്താ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു സ്വപ്നം? അഞ്ജലിമോൾക്ക് ഒരു ആപത്ത് വരുന്ന പോലത്തെ ഒരു സ്വപ്നമല്ലേ ഞാൻ കണ്ടത്. ഈശ്വര, അഞ്ജലിമോൾക്ക് ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ? എൻ്റെ ദൈവങ്ങളെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്യാമള എഴുന്നേറ്റ് നമ്മുടെ കാവിലേക്ക് പോവാട്ടോ. അവിടുത്തെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ അഞ്ജലിമോൾക്ക് ഒരു ആപത്തും വരുത്തല്ലേ. കാര്യം ഞങ്ങളേക്ക് എതിർത്ത് അവളൊരു കല്യാണം കഴിച്ചു, അതിനുണ്ടായ സാഹചര്യം അവൾ പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കിയതുമാണ്. എന്നിട്ടും അവൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് അവളുടെ ചേച്ചി ചെയ്ത പോലത്തെ തെറ്റ് അവൾ ചെയ്തുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷെ അവളെ കാത്തോളനെ, അവൾ പോയിരിക്കുന്നത് പുലിമടയിലേക്ക്, രാഘവനുടെ പുലിമടയിലേക്ക് അവളെ കാത്തോളനെ. അനുപമയാണെങ്കിൽ അവർ അടുത്ത് എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് അവൾക്കുണ്ട്. പക്ഷെ അഞ്ജലി അങ്ങനെയല്ല, അധർമ്മം കണ്ടാലും നീതികേട് കണ്ടാലും പ്രതികരിക്കുന്ന ടൈപ്പാണ്. ആ കുടുംബത്തിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണേ എൻ്റെ ഭഗവാനെ, ദൈവങ്ങളെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്യാമള കേട്ടോ. അങ്ങനെ ശ്യാമളക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദിനിനെയും അതുപോലെ തന്നെ എന്താണ് ഇന്ദുവിനെയാട്ടോ. രണ്ടുപേരും കൂടി അടുക്കളയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദു പറയട്ടോ, ഹോ എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ ഏടത്തിയുടെ കാര്യം. ഏടത്തിയുടെ രണ്ട് മക്കളുടെ കല്യാണം ഏടത്തിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അതെ, അവരെ എൻ്റെ മക്കളെന്നെ എന്തുമാത്രം സ്നേഹിച്ചാൽ വളർത്തിയെന്നറിയാവോ. അവരുടെ കല്യാണമൊക്കെ എത്രമാത്രം സ്വപ്നം കണ്ടതാണെന്ന് അറിയാവോ. എന്ത് മൂത്ത മോനാണെന്നുണ്ടെങ്കിൽ ഒരു താടകേനെ വിവാഹം കഴിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നു. രണ്ടാമത്തവരും അവളുടെ അനിയത്തിന് വിവാഹം കഴിച്ച് വീണ്ടും ഇവിടേക്ക് വന്നിരിക്കുന്നു. രണ്ട് മക്കളുടെ വിവാഹം കാണാനോ കൈ പിടിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കും രാഘവേട്ടനും ഉണ്ടായില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടോ എന്തോ എന്ന് പറയാണ് നന്ദിനി. ഇത് കേൾക്കുന്ന ഇന്ദു പറയുന്നുണ്ട്. അപ്പൊ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് അനുപമ കയറി വരുന്നുണ്ട്. അനുപമ ഇവരുടെ സംസാരം കേട്ടോണ്ടിരിക്കുക കേട്ടോ. അനുപമ പറയണ്ട്, എൻ്റെ ഇടത്തെ എനിക്ക് തോന്നണേ ഇത് ചേടത്തെയും അനിയത്തെയും കൂടി നടക്കുന്ന ഒരു ഡ്രാമയാണോ എന്ന്. നീ എന്ത് പറയണത്? അവർ രണ്ടുപേരും കൂടി നടത്തുന്ന ഡ്രാമയാണെന്നോ? അതെ, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഏടത്തേക്ക് അങ്ങനെ തോന്നണില്ലേ? അല്ല, ഒരാൾ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് വന്ന് കഴിഞ്ഞിട്ട് കുറച്ചൊരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അനിയത്തിനെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. ഇത് ഒരു മാസ്റ്റർ പ്ലാൻ ആണെന്നാ എനിക്ക് തോന്നുന്നത്. ഏടത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പറയുമ്പോൾ അനുഭവം പറയുന്നത് അവളുടെ ശത്രുവാണ് അഞ്ജലി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം ശരിയുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഇത്രയും ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച അയക്കാനുള്ള വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും അവളുമാരുടെ വീട്ടിലില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് എടുത്തി. എനിക്ക് ഉറപ്പാണ് അനുപമ അവളുടെ അനിയത്തിനെ മനഃപൂർവ്വം തന്നെയാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് നന്ദിനി, നീ പറയുമ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് അനുപമ കയറി വരുവാണ്. അതെ, നിങ്ങളുടെ ഈ സംശയത്തിന് മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അനുപമ അവിടേക്ക് വരുന്നത് കേട്ടോ. ഓ, ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ തമ്പുരാട്ടി? നാണമില്ലേടി നിനക്ക് സംസാരിക്കുന്നത് ഒളിഞ്ഞിരുന്ന് കേൾക്കാനായിട്ട്? അതെ, ഞാൻ ഒളിഞ്ഞിരുന്ന് കേട്ടേന്നുമല്ല, ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ ആരാ കേൾക്കാത്തത്? നിങ്ങളുടെ സംശയത്തിന് മറുപടി നിങ്ങൾക്ക് കിട്ടിയാ പോരെ? നിങ്ങൾ ചോദിച്ചല്ലോ, ഞാൻ മനഃപൂർവ്വമാണ്
അഞ്ജലിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് അതെൻ്റെ മാസ്റ്റർ പ്ലാൻ ആണെന്ന്. അതെ, എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല. അവളെ മടുത്തിട്ടാണ് ഞാൻ നേരത്തെ ഒരു വർഷം മുമ്പേ അബീനെ വിവാഹം കഴിച്ച് ഇവിടേക്ക് വന്നത്. പിന്നെയാണ് അവളെ ഞാൻ വീണ്ടും ഇവിടേക്ക് കൂട്ടാൻ പോണത്. എനിക്ക് അറിയില്ലായിരുന്നു ഇവിടുത്തെ അർജുൻ സ്നേഹിക്കണത് അവളെയാണെന്ന്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈകിയും പോയി. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം, കൂടി വന്ന ഒരു മാസം അത് അവള് തികക്കില്ല. അതിനു മുമ്പേ അവളന്ന് ഇവിടുന്ന് ചാടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അതിനുള്ള പണിയൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് അനുപമ പറയാണ്. ഇന്ദു പറയണ്ട, നിന്നെ വിശ്വസിക്കാനോ? ഈ കാര്യത്തിൽ മാത്രം നിന്നെ ഞങ്ങൾ വിശ്വസിക്കില്ല. വിശ്വസിക്കേണ്ട. അവൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു ദിവസം വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമല്ലോ, അത് മതി എന്ന് പറഞ്ഞിട്ട് അനുപമ അവിടെ നിന്ന് പോവാട്ടോ. നന്ദിനി പറയുന്നുണ്ട്, ഇന്ദു എനിക്ക് തോന്നണതേ അവള് മനപ്പുറം അവളുടെ അനിയത്തിനെ ഇവിടെ കൊണ്ടുവന്നതാണോന്ന് ഇപ്പൊ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ആവാൻ ഒരു ചാൻസും ഇല്ല. നമ്മളെക്കാളൊക്കെ ശത്രുതയാണ് അവൾക്ക് അഞ്ജലിയുടെ അടുത്ത്. അതുകൊണ്ട് അഞ്ജലിനെ പുറത്താക്കുന്ന കാര്യങ്ങളൊക്കെ ഇനി അവള് നോക്കിക്കോളും എന്ന് നന്ദിനി പറയാണ്. ഇന്ന് പറയണ്ട് അവളെ അങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട എടുത്തി എന്ന് പറയാട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ രാഘവനുണ്ണിനെയാണ്. രാഘവനുണ്ണി ഒരു ചെറിയ മീറ്റിംഗ് വെക്കുവാണ്. അതിൽ ഇന്ദു ഉണ്ട്, നന്ദിനിയുണ്ട്, പിന്നെ അനുപമയുണ്ട്. അവരോട് പറയുന്നുണ്ട്, അഞ്ജലിനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കണം. അഞ്ജലി ഇനി ഈ വീട്ടിൽ വേണ്ട. അഞ്ജലിനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിയേ പറ്റൂ. ആ ദൗത്യം നിങ്ങൾക്ക് ആർക്ക് ഏറ്റെടുക്കാൻ പറ്റും എന്ന് ചോദിക്കാണ്. അത് കേട്ട് നന്ദിനി ബിന്ദു ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ അനുപമ പറയുന്നുണ്ട്, അങ്കിളെ ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തോളാം. നിനക്കതിനെ പറ്റൂ. നിന്റെ സ്വന്തം അനിയത്തിയാണ്. നേരെ ഓപ്പോസിറ്റ്. അങ്കിളെ അവൾ എൻ്റെ അനിയത്തിയല്ല, ആരുമല്ല. അവളുടെ നിന്ന് പുറത്താക്കേണ്ട കാര്യം എനിക്കും കൂടിയാണ്. അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ എൻ്റെ ജീവിതത്തെ കൂടി ബാധിക്കും. അതുകൊണ്ട് അവൾ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. ഞാൻ ചെറിയൊരു പ്ലാൻ തയ്യാറാക്കാം അവൾ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി. അങ്കിള് ഒന്നും കൊണ്ട് പേടിക്കേണ്ട. രാഘവേണ്ടി പറയുന്നുണ്ട്, അവളെ ജീവനോടെ പുറത്താക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ചത്തിട്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല. എന്തായാലും അമ്മേ അവൾ മരിക്കുമെന്ന് കേൾക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? എനിക്കോ വിഷമോ? അവൾ ചത്തിട്ടാണെങ്കിലും ചാവാതെ ആണെങ്കിലും അവൾ ഇവിടുന്ന് പുറത്ത് പോയാൽ മതി എന്ന് മാത്രമേ എനിക്ക് ഇവിടുന്ന് ഉള്ളൂ അങ്കിളെ. അതുകൊണ്ട് അവൾ ഇവിടുന്ന് പുറത്താക്കുന്ന കാര്യം ഈ അനുപമയേറ്റു. അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ആരും ഇനി വിഷമിക്കേണ്ട. അവൾ ഇവിടുന്ന് പുറത്തു പോയിരിക്കും എന്നിങ്ങനെ പറയാണ്. അത് കേട്ട് രാഘവനുണ്ണിക്കും നന്ദിനിക്കും ഇന്ദുക്കൊക്കെ ഭയങ്കര സന്തോഷമാവാട്ടോ. കാരണം അഞ്ജലിനെ പുറത്താക്കാൻ വേണ്ടി രാഘവനുണ്ണി തന്നെ ചെറിയ അനുപമ പ്ലാനൊക്കെ തയ്യാറാക്കിയല്ലോ. അത് ആലോചിച്ചിട്ട് എന്തായാലും അഞ്ജലിക്ക് എന്തോ വലിയ അപകടം സംഭവിക്കുന്നുണ്ട്. അതെന്തായാലും ഉറപ്പാണ്. അത് നമുക്കിനി വീക്കെൻഡ് പ്രൊമോയിൽ മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ കേട്ടോ. അതെന്ത് അപകടമാണെന്നുള്ളത് നമുക്ക് വീക്കെൻഡ് പ്രൊമോയിൽ അറിയാൻ പറ്റും. എന്തായാലും ശ്യാമള കണ്ട സ്വപ്നം വെറുതെ ആവില്ല. അഞ്ജലിക്ക് അപകടം സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. പിന്നെ അവളുടെ ആദ്യരാത്രിയും കാര്യങ്ങളൊന്നും നടക്കുന്നതായിട്ടൊന്നും പ്രൊമോയിൽ കാണിച്ചില്ല. അഞ്ജലി എന്തൊക്കെയോ ആലോചിച്ചു വരാന്തിലിരിക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.